പക്ഷെ പാറു അങ്ങനെയല്ല. നിങ്ങളുടെ അമ്മയെ ആ കുട്ടി നന്നായിട്ട് നോക്കി. പാറു കഷ്ടപ്പെടുന്ന കണ്ടിട്ട് ദൈവം നിങ്ങളുടെ അമ്മയെ എന്തായാലും രക്ഷിക്കുമെന്നാ എന്റെ വിശ്വാസം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ. പാറു ഇപ്പൊ എവിടെയാണ് സിസ്റ്റർ? മരുന്ന് വാങ്ങാൻ ഇപ്പൊ പോയതേ ഉള്ളൂ. 5 മിനിറ്റിനുള്ളിൽ വരും. എനിക്ക് അമ്മയെ ഒന്ന് കാണാൻ പറ്റുമോ? പേഷ്യന്റിനെ ഒന്ന് ഫ്രഷപ്പ് ആക്കണം. അതിനുശേഷം ഞാൻ നിങ്ങളെ വിളിക്കാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യൂ. ശരി സിസ്റ്റർ. ശരി. ചേട്ടാ, പാറു വന്നിട്ട് കുറെ നേരമായോ? ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇതെന്താ പറ്റിയത്? ഡ്രസ് ചെയ്തിട്ടുണ്ടല്ലോ. ഒന്നല്ല പ്രിയൻ ചേട്ടാ, ദർശനെ കോളേജിൽ കൊണ്ടാക്കിയോ? നീ വെറുതെ വിഷയം മാറ്റല്ലേ. എന്താ പറ്റിയെന്ന് പറ. ഇന്നലെ രാത്രി അമ്മയ്ക്ക് അപസ്മാരം വന്നു. ഇത്രയൊക്കെ നടന്നിട്ടും നീ എന്താ എന്നെ അറിയിക്കാത്ത? ആ സമയത്ത് വിളിച്ച് ഇതൊക്കെ അറിയിച്ചിട്ടും പ്രിയൻചേട്ടൻ എന്ത് ചെയ്യാനാ? വെറുതെ പ്രിയൻചേട്ടന്റെ മനസ്സമാധാനം കളയാന്ന് മാത്രം. ഒരുപാട് വേദനിക്കുന്നുണ്ടോ? അതിന് മാത്രം ഒന്നും സംഭവിച്ചില്ലല്ലോ. എനിക്കൊരു വേദനയില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെന്തിനാ കരയുന്നേ? ഇതുകൊണ്ട് ഞാനിവിടെ നിൽക്കാന്ന് പറഞ്ഞത്. രാത്രി മുഴുവൻ നീ ഉറങ്ങിയിട്ടില്ലെന്ന് നഴ്സ് പറഞ്ഞു. പോരാത്തതിന് വിരല് മുറിയുകയും ചെയ്തു. വെറുതെ നിനക്ക് ബുദ്ധിമുട്ടായില്ലേ? ബുദ്ധിമുട്ടോ? പ്രിയൻചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴാ എനിക്ക് വിഷമം തോന്നുന്നത്. ഞാൻ ഈ ചെയ്തത് വേറെ ആർക്കും വേണ്ടിയല്ലല്ലോ, അമ്മയ്ക്ക് വേണ്ടിയല്ലേ. അതൊക്കെ പോട്ടെ, ദർശനം ഭക്ഷണം കഴിച്ചോ? അവളെ കോളേജിൽ കൊണ്ടുവിട്ടോ? നീ എത്രയും പെട്ടെന്ന് ഹോസ്റ്റലിൽ പോയി കുളിച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ നോക്ക്. ഇപ്പൊ പോയാ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. ഞാൻ അമ്മ കണ്ണ് തുറന്നിട്ട് പൊയ്ക്കോളാം. ഇന്നലെ നീ എന്നോട് വീട്ടിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞപ്പോ ഞാൻ കേട്ടില്ലേ? അതുപോലെ ഇപ്പോ ഞാൻ പറയുന്നത് നീയും കേൾക്കണം. ഹോസ്റ്റലിൽ പോയി കുറച്ചു നേരം ഉറങ്ങി റെസ്റ്റ് എടുത്തിട്ട് വാ. അമ്മയെ ഞാൻ നോക്കിക്കോളാം. ഞാൻ ഹോസ്റ്റലിലേക്ക് പോയിക്കോളാം. പക്ഷെ കുളിച്ച് ഡ്രസ് മാറി അപ്പൊ തന്നെ ഞാൻ വരും. ഈ ഒരവസ്ഥയില് അമ്മയെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ ഹോസ്റ്റലിൽ പോയി തിരിച്ചു വരുന്നതിന് മുമ്പ് അമ്മ കണ്ണു തുറന്നെന്ന് പ്രിയൻചേട്ടൻ ഫോൺ ചെയ്ത് എന്നെ അറിയിക്കും. എനിക്ക് ഉറപ്പാ. എനിക്കും ആ ധൈര്യം കിട്ടി പാറു. ഈ ഹോസ്പിറ്റലോ ഇവിടെയുള്ള ഡോക്ടർമാരോ അവര് കൊടുക്കുന്ന മരുന്നുകൾക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്തത് നിന്റെ പ്രാർത്ഥനയും നിന്റെ കഷ്ടപ്പാടും കാരണം ചിലപ്പോൾ നടന്നു എന്ന് വരും. സിസ്റ്റർ, ഇതില് മരുന്നുണ്ട്. ഞാൻ ഹോസ്റ്റലിൽ പോയി വരുന്നത് വരെ പ്രിയൻചേട്ടൻ ഇവിടെ ഉണ്ടാവും. ശരി, ഞാൻ വേഗം വരാം. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിനക്ക് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തു തന്നിട്ടില്ല. ആദ്യമായിട്ട് നീ എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. അത് ചെയ്തു തരേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. അത് ഞാൻ എന്തായാലും ചെയ്തു തരും.